ഈ വലിയ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ പുണ്യങ്ങൾ പൂക്കുന്ന കാലം എന്നൊക്കെയാണല്ലോ നോമ്പിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുക. ഒരു ശിശിരകാലത്താണ് ഇത് വന്നുവിടുക. ഇലപൊഴിയുന്ന, മരം കോച്ചുന്ന തണുപ്പൊക്കെ എന്നൊന്ന് പറയാനൊന്നും അധികം പറ്റത്തില്ലെങ്കിലും ഇലപൊഴിയുന്ന കാലം തന്നെയാണ്. ഈ കാലങ്ങളിൽ ശിശിരത്ത് ഇലപൊഴിയുമ്പോൾ എന്നതുപോലെ ഇലപൊഴിഞ്ഞ് വീഴുന്ന മരങ്ങളിലൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് ശൂന്യമായി കിടക്കുന്ന ചില്ലകൾ മാത്രമാണ്. വീണ്ടും അത് തളിർക്കുകയും പുഷ്പിക്കുകയും വസന്തത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അതാണ് ശരിക്കും ഇലപൊഴിയുന്ന ശിശിരത്തിലെ വസന്തത്തിന് വേണ്ടി ഒരുങ്ങുന്നത് പോലെ നോമ്പുകാലം വരിക എന്നൊക്കെ പറയുക. അതുകൊണ്ടാണ് പുണ്യത്തിന്റെ പൂക്കാലം എന്നൊക്കെ നോമ്പിനെ കുറിച്ച് നമുക്ക് പറയാനാകും. ഈ പുണ്യങ്ങളുടെ പൂക്കാലത്തിലേക്കൊക്കെ നമ്മളൊന്ന് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എങ്ങനെയാണ് പുണ്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന നോമ്പുകാലങ്ങളെന്ന് തിരിച്ചറിയാൻ കഴിയുക? തീർച്ചയായിട്ടും കഴിഞ്ഞുപോയ ദിനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ഒരുപാട് പാകപ്പിഴകളുണ്ട്. ആ പാകപ്പിഴകൾ നഷ്ടമായിട്ടുള്ള ഒരുപാട് പുണ്യങ്ങളുണ്ട്. അത് തിരിച്ചറിവാണ്. ഈ ഒരു തിരിച്ചറിവിന്റെ സമയമാണ് നോമ്പുകാലം. നിനവേ നഗരത്തെ നോക്കിക്കൊണ്ട് ദൈവം യോനാ പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ പോയി പ്രസംഗിക്കാനാ പറയുക. മാനസാന്തരത്തിന്റെ സുവിശേഷങ്ങൾ പ്രസംഗിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ നിനവേ നിവാസികൾ മുഴുവനും മാനസാന്തരപ്പെട്ടു. അവരിലേക്ക് കടന്നു വന്നേക്കാവുന്ന നാശത്തിന്റെ ഒന്നും അനുഭവങ്ങൾ കടന്നു വരാതിരുന്നു. അതൊരു പുണ്യമാണ്. ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോഴും ഇങ്ങനെ പ്രസംഗിക്കപ്പെടേണ്ട, പാലിക്കപ്പെടേണ്ട, മാറ്റപ്പെടേണ്ട ചില ഇടങ്ങളൊക്കെ ഉണ്ട്. മാനസാന്തരത്തിന്റെ ദിനങ്ങളാണ്. നമ്മൾ കടന്നു പോകുന്ന വഴികളിലെ എത്രയൊക്കെ കാര്യങ്ങൾ നമ്മളിലെ പുണ്യങ്ങൾ നഷ്ടമാക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ വഴികളൊന്ന് പരിശോധിക്കേണ്ട ഒരു കാലയളവ് കൂടിയാണ് ഈ നോമ്പുകാലം. അതുകൊണ്ട് തന്നെ കടന്നു പോകുന്ന വഴികളെ ഒന്ന് പരിശോധിച്ചറിഞ്ഞ് അതൊക്കെ ഒന്ന് തിരുത്താനുള്ള ഒരു സമയം നമുക്കുണ്ട്. അത് ഈ കാലയളവ് കൂടുതലാണ്. തിരുത്തേണ്ട സമയങ്ങളുടെ കാലയളവ്. തിരുത്തി നഷ്ടപ്പെട്ടു പോയ പുണ്യങ്ങളെയൊക്കെ തിരിച്ചു പിടിക്കുന്ന ഈ ഒരു നോമ്പുകാലം ഉണ്ടാകട്ടെ നമുക്ക്. രണ്ടാമതായി നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തിയ പുണ്യങ്ങൾ പോലെ തന്നെ അതിപ്രധാനപ്പെട്ട കാര്യമാണ് അനുരഞ്ജനത്തിന്റെ പുതുക്കലിന്റെ ഒരു പാത എന്നൊക്കെ പറഞ്ഞു വരുന്നത്. നമ്മുടെ കുടുംബങ്ങളിലും അയൽവക്ക ബന്ധങ്ങളും ഇടവക ബന്ധങ്ങളും ഒക്കെ ഒന്ന് എങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. നമ്മളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരുപാട് സൗഹൃദങ്ങളൊക്കെ എത്ര നഷ്ടമായിട്ടുണ്ട്. ഒരു പുഞ്ചിരി നഷ്ടമായിട്ടില്ലേ? നമ്മുടെ ഇടപെടലിലൂടെ തലോടൽ നഷ്ടമായിട്ടില്ലേ? ഇതൊക്കെ ഈ ആർജിച്ചെടുക്കേണ്ട അനുരഞ്ജനത്തിന്റെ ഒരു സമയം കൂടിയാണിത്. നമ്മൾക്കൊന്ന് അനുരഞ്ജനപ്പെടാം. നമ്മുടെ കുടുംബത്തിലുള്ളവരോട്, മാതാപിതാക്കളോട്, ജീവിത പങ്കാളിയോട്, കുഞ്ഞുങ്ങളോട്, സഹോദരങ്ങളോട്, അയൽവക്ക ബന്ധങ്ങളോടൊക്കെ ഒരു അനുരഞ്ജനത്തിന്റെ ഒരു കാലം ഉണ്ടായിത്തീരട്ടെ. ഈ നോമ്പ് കാലത്ത് അങ്ങനെ ഒരു നോമ്പുകാലം കൂടി നമുക്ക് പരിശോധിച്ചറിയാം, പരിശ്രമിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് നോമ്പ് കാലത്ത് ജീവിതത്തിന്റെ അവസരങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കുറെയൊക്കെ മാറ്റങ്ങൾ വേണ്ടേ? ഒരുപാട് അനുഭവങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഒക്കെ. നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിന്റെ ഉള്ളില് എത്രയോ നൊമ്പരങ്ങൾ കിടപ്പുണ്ട്. ഈ നോമ്പ് കാലത്ത് ഈ നോവുകളെയൊക്കെ ഇമ്പകരമാക്കാൻ പരിശ്രമിച്ചുകൂടെ? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ നോവുകൾ നൊമ്പരങ്ങളായി കിടക്കുന്നുണ്ട്. ആ നൊമ്പരങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന ആ സമയം കൂടിയാണ് ഈ നോമ്പുകാലം. ആ നൊമ്പരങ്ങള് സൗഖ്യപ്പെടുന്നത് തിരുമുറിവിന്റെ ആഴത്തിലേക്ക് തൊടുമ്പോൾ മാത്രമാണ്. ക്രിസ്തുവിന്റെ തിരുമുറിവുകളിലേക്ക് ഒന്ന് നോക്കി ഒന്ന് ധ്യാനിക്കുവാനും ആ തിരുമുറിവുകളെ ഒന്ന് ചുംബിക്കുവാനും ആ തിരുമുറിവുകളിൽ ഒന്ന് കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുറിവുകളും നോവുകളും ഒക്കെ ഉണങ്ങിക്കഴിയും. അങ്ങനെ ഈ നോമ്പുകാലം ഏറ്റവും ഫലപ്രദമായി ഇരിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. ദൈവം